GT എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഫോക്സ്വാഗൻ്റെ പോളോയിൽ നിന്നാണ്. കേൾക്കാൻ തുടങ്ങിയത് അതിനു മുമ്പുണ്ടാവും, പക്ഷേ ആളുകളിലേക്ക് വളരെയധികം പോപ്പുലാരിറ്റി കൂടിയത് അല്ലെങ്കിൽ ഒരു വികാരമായി മാറിയത് പോളോ GTയിൽ തന്നെയാണ്. അതിനുശേഷം GTI ഒക്കെ വന്നു. എന്നാൽ ഇപ്പോൾ GT എന്ന ആ ഒരു ടാഗ് നമുക്ക് ടൈഗണിലും വേർട്ടിസിലും ഇപ്പോൾ ഫോക്സ്വാഗൻ നൽകുന്നുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലിൽ ലേറ്റസ്റ്റ് GT വേർഷനാണ് നിങ്ങൾ കാണുന്നത്. GT സ്പോർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റ്. അത് നമുക്കിപ്പോൾ ടൈഗണിലും അതുപോലെ തന്നെ വേർട്ടിസിലും വരുന്നുണ്ട്. ടൈഗണാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. GT എന്ന് പറയുന്ന ആ ഒരു വേർഷൻ നമുക്ക് കിട്ടിയിരുന്നത് ടോപ്പ് എൻഡിൽ മാത്രമായിരുന്നു നേരത്തെ. ഈവൻ ടൈഗണിലാണെങ്കിലും വേർട്ടിസിലാണെങ്കിലും നമുക്ക് അത് മാത്രമാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഇപ്പോൾ GT ആക്സസിബിൾ ആക്കിയാണ് ഫോക്സ്വാഗൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പല വേരിയൻസിൽ ഇപ്പം അതിൻ്റെ ക്രോം എഡിഷൻ ഉണ്ട്, GTയിൽ തന്നെ ക്രോം എഡിഷൻ ഉണ്ട്, ഡാർക്ക് എഡിഷൻ ഉണ്ട്, എഡ്ജ് എഡിഷൻ ഉണ്ട്, അങ്ങനെ പല എഡിഷൻസ് GTയിലുണ്ട്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് GT സ്പോർട്ട് എഡിഷനാണ്. GT സ്പോർട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള മെയിൻ വ്യത്യാസം ഇത് കംപ്ലീറ്റ് ആ ഒരു ക്രോം സിൽവർ ആക്സൻസ് ഉണ്ടായിരുന്ന എല്ലാം ഒരു ബ്ലാക്കിലേക്ക് മാറി, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തു തന്നെയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഗ്രില്ല് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു GT വേർഷൻ അല്ലെങ്കിൽ GT എന്നുള്ള ബാഡ്ജിങ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ക്രോം ഉണ്ടായിരുന്നതും സിൽവർ കളറിലുണ്ടായിരുന്നതും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട് വേർഷൻ, സ്പോർട്ട് വേർഷൻ. നമ്മൾ നോർമലി ഫുൾ ബ്ലാക്ക് ചെയ്യുമ്പം നമുക്കൊരു സ്പോർട്ടിയ ഫീല് കുറച്ച് കിട്ടും. സൈഡിലേക്ക് നോക്കിയാലും ആ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അലോയ്സ് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി, കാലിപ്പേഴ്സ് റെഡ് ആക്കി, ഈ ഒരു GT ബാഡ്ജിങ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. ORVയും ഫുൾ ബ്ലാക്ക് ചെയ്തു, റൂഫ് ബ്ലാക്ക് ആണ്. സോ ഇതിൽ ഫുൾ ബ്ലാക്ക് കളറും വാഹനം വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് വൈറ്റ് കളറാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്കും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു ഡ്യുവൽ കളർ ടോണിലാണ് വന്നിരിക്കുന്ന ഈ വാഹനം. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡിൽ നോക്കുമ്പോഴില്ല. ഈ ഒരു മുകളിലെ റൂഫ് റെയിലും ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിൽ വന്നിരിക്കുന്നത്. സോ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തെന്നുള്ളത് തന്നെയാണ് ഇതിൽ സ്പോർട്ടിലേക്ക് വന്നപ്പോൾ GT സ്പോർട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസം. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ടൈഗണിൻ്റെ ബാഡ്ജിങ് ബ്ലാക്ക് ചെയ്ത് വന്നിരിക്കുന്നു, GT റെഡ് കളറിലും. ആ ഒരു ടെയിൽ ലാമ്പ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ, എന്നാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു എക്സ്റ്റീരിയർ നോക്കുമ്പോൾ GT സ്പോർട്ട് വേർഷനിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇൻറ്റീരിയറിലും ആ ഒരു റെഡ് ആക്സൻസും അല്ലെങ്കിൽ റെഡ് കളറും ബ്ലാക്കും കൊടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറും എനിക്ക് പേഴ്സണലി ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് ഇൻറ്റീരിയർ ഇഷ്ടമാണ്. അതാണ് ഇപ്പോൾ GT സ്പോർട്ടിലും വരുന്നത്. ഒരു ഫുൾ ബ്ലാക്ക് ഔട്ട് ഫീലാണ് വരുന്നത്. അതിൻ്റെ ഈ ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കണ്ട ഒരു ഇൻസേർട്ട്സാണ് ഈ ഒരു ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി സ്ക്രീനും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും എല്ലാം തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന GTയിൽ കിട്ടുന്നത് തന്നെയാണ്. 1.5 ഇപ്പോൾ വരുന്നത്. സെൻറ്റർ കൺസോളിലാണെങ്കിലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. വ്യത്യാസം ഇതിനകത്ത് വരുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. റൂഫും ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ റൂഫ് വരുന്നത്. സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന സീറ്റാണ്. ഫ്രണ്ടിലെ 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ്. പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല 2 സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് കളർ സീറ്റ്സാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ് നൽകിയിട്ടുണ്ട്. GTയുടെ ബാഡ്ജിങ് ആ ഒരു സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം. അതുപോലെ സ്റ്റിയറിങ്ങിലാണെങ്കിലും ഫുൾ ലെതർ ആപ്പ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിനകത്ത് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം ടൈഗൺ ഇറങ്ങിയ സമയത്ത് ഞാൻ ഉദയപൂരിൽ, ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഉദയപൂരിൽ ആണ് ഞാൻ ടൈഗണിൻ്റെ മീഡിയ ഡ്രൈവ് നടത്തിയത്. അതിനുശേഷം ഞാനൊരു 1 ലിറ്റർ ടൈഗൺ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിരുന്നു. അതാണ് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ 1.5 ടൈഗൺ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അന്ന് ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ മീഡിയ ഡ്രൈവിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇത് 1.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന GT സ്പോർട്ടിൽ. ഇനി അതിൻ്റെ ഡ്രൈവിലേക്ക് പോകാം. സോ ഡ്രൈവിലേക്ക് വന്നപ്പോൾ ഉള്ള മെയിൻ വ്യത്യാസം 1 ലിറ്ററും 1.5ലേക്കുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ്. കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു 1 ലിറ്ററാണ്. പക്ഷേ 1.5ലേക്ക് വന്നപ്പോൾ ഡ്രൈവിംഗ് ഫൺ ഇസ് ടു ഗുഡ്. ഭയങ്കര വ്യത്യാസമാണുള്ളത്. GT സ്പോർട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിലുള്ള വ്യത്യാസം ഈസ്തറ്റിക് വ്യത്യാസങ്ങൾ മാത്രമാണ്. എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ടൈഗണിൻ്റെ ലൈനപ്പിലെ വാഹനങ്ങൾ നോക്കി അതിൻ്റെ വില മുഴുവൻ പറയൽ നടക്കില്ല. കാരണം ടൈഗണിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വേരിയൻസ് വന്നിട്ടുണ്ട്. GT തന്നെ പല വേരിയൻസ് വന്നിട്ടുണ്ട്. അല്ലാതെ ബേസ് മോഡൽ തൊട്ട് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ GT സ്പോർട്ടിൻ്റെ വില വരുന്നത്, ഇപ്പോൾ പർട്ടിക്കുലർലി GT സ്പോർട്ട് 1.5 ലിറ്ററിൻ്റെ വില വരുന്നത് 19.73 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അങ്ങനെ പല വേരിയൻസും ഉണ്ട്. എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും വേരിയൻസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാൻ. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കഴിയുന്നതും വിളിക്കുമ്പോൾ എന്നെ ഒരു രാത്രി 9 മണിക്ക് മുമ്പ് വിളിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ മിക്കവാറും ആളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് കോൾ വന്നു. അതാണ് ഇപ്പോൾ എടുത്ത് പറയാനുള്ളൊരു കാര്യം തന്നെ. ഒരുപാട് കോൾ വന്നപ്പോൾ എല്ലാവരും
ബുക്ക് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ ബുക്ക് ചെയ്ത ഒരാളുടെ അടുത്ത് ഈ വണ്ടി കൊള്ളില്ല എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ബുക്കിങ്ങിന് മുമ്പ് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കറക്റ്റായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനും പറ്റും.